ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നല്ല ചൂട് ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു നാടൻ രസമാണ് തയ്യാറാക്കുന്നത്. ഇതിൽ വേറെ രസം പൊടിയൊന്നും ചേർക്കുന്നില്ല. വളരെ എളുപ്പത്തിൽ നമുക്കിത് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. രസം തയ്യാറാക്കാൻ വേണ്ടിയിട്ട് 2 ടീസ്പൂൺ കുരുമുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 10-12 വെളുത്തുള്ളി, 10 ചെറിയ ഉള്ളി, 1/2 ടീസ്പൂൺ ജീരകം, ഇത്രയും സാധനങ്ങൾ എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ബൗളിൽ ഒരു നെല്ലിക്ക വലിപ്പത്തിൽ പുളി എടുത്തു വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കുതിർത്ത് വെക്കണം. ചൂടുവെള്ളത്തിലിട്ട് വെച്ചാൽ പുളി നന്നായിട്ട് പിഴിഞ്ഞെടുക്കാൻ പറ്റും. ഇനി മിക്സിയുടെ ജാറിലേക്ക് എടുത്തു വെച്ച കുരുമുളകും വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയൊക്കെ ഇട്ടിട്ട് ഒന്ന് ചതച്ചെടുക്കണം. ഇത് അരഞ്ഞു പോകരുത്, ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്താലും മതി. ഇതിപ്പോൾ ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി രസം തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ട് അത് ചൂടായാൽ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വന്നാൽ ഇതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുകൊന്ന് പൊട്ടി വന്നാൽ കുറച്ച് മാത്രം, 1/4 ടീസ്പൂണിൽ കുറവായിട്ട് ഉലുവ കൂടി ഇതിലേക്ക് ഇട്ടിട്ട് ഒന്ന് കളറ് മാറി വരുമ്പോൾ 2 വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ചതച്ച് വെച്ചത് കൂടി ഇതിലേക്ക് ചേർത്തിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ഒക്കെ പച്ചമണം ഒന്ന് മാറിയിട്ട് ഒരു ഗോൾഡൻ കളറാകുമ്പോൾ ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് കുറച്ച് പൊടികൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, ഇതെല്ലാം ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഒരു തക്കാളി കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. തക്കാളി വെന്തൊടിയൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് സോഫ്റ്റായിട്ട് കിട്ടിയാലും മതി. എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് തക്കാളി സോഫ്റ്റായി വന്നാൽ ഇതിലേക്ക് പുളി പിഴിഞ്ഞിട്ട് അരിച്ച് വെച്ചത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 കപ്പ് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കണം. ആവശ്യത്തിന് ഉപ്പും 2 ചെറിയ പീസ് കായവും കൂടി ചേർത്തിട്ട് അടച്ച് വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. നന്നായി തിളച്ച് വന്നാൽ കുറച്ച് മല്ലിയില കൂടി ചേർത്തിട്ട് ഒന്നുകൂടി തിളച്ചാൽ ഫ്ലെയിം ഓഫ് ചെയ്യാം. നല്ല നാടൻ രീതിയിലുള്ള രസം പൗഡറൊന്നും ചേർക്കാത്ത രസം തയ്യാറായിട്ടുണ്ട്. ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അടുത്തു തന്നെ നല്ലൊരു റെസിപ്പിയുമായി വീണ്ടും വരാം. താങ്ക് യു.